നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യത്തിനുള്ളിൽ രണ്ടാമത്തെ ഒരു ചിന്തയായി രേഖപ്പെടുത്തുന്നത് മറ്റുള്ളവർക്കു വേണ്ടി കൈയടിക്കുന്നവനായി നീ തീരരുത് എന്ന വാക്കാണ്. എന്നുവച്ചാൽ നമുക്ക് ഉപകാരപ്രദമല്ലാത്തതും നമുക്കു വേണ്ടി അല്ലാത്തതുമായ ചില കാര്യങ്ങൾക്കു വേണ്ടി നാം കൂടുതൽ ശ്രദ്ധാലുക്കളാകുകയും ആ കാര്യം ഞാൻ നേടിത്തന്നുകൊള്ളാം എന്ന് എഗ്രിമെൻ്റ് ചെയ്യുന്നതുമാണ് അവൻ്റെ ആവശ്യത്തിനുമേൽ നീ അവനുമായി കൈയടിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നാം രാജാക്കന്മാർക്കെഴുതിയ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ഇസബേൽ അവനോട്, നീ ഇന്ന് ഇസ്രായേലിൽ രാജ്യഭാരം വഹിക്കുന്നുവോ? എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാം, നിൻ്റെ മനസ്സ് തെളിയട്ടെ. ഇസ്രായേല്യനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞു. ഈ വിഷയം നമുക്കറിയാം. ആഹാബ് നോക്കിയപ്പോൾ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കണ്ടിട്ട് അത് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച് നാബോത്തിനോട് അത് തരണമെന്ന് പറഞ്ഞപ്പോൾ അത് തരികയില്ല എന്നുള്ള നാബോത്തിൻ്റെ വാക്കുകളുടെ മുൻപിൽ ആ കണ്ടാഗ്രഹിച്ചത് സ്വന്തമാക്കുവാൻ കഴിയാത്തതിൻ്റെ ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇസബേൽ ആഹാബിനോട് പറയുകയാണ്, ഞാനത് നിനക്ക് നേടിത്തരാമെന്ന് പറഞ്ഞ് കൈയടിച്ചു എന്നുള്ളതാണ് ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അങ്ങനെ ഇസബേൽ ആഹാബിന് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം നേടിക്കൊടുക്കാമെന്നുള്ള ആ വാക്കുകളും ആ എഗ്രിമെൻറ്റും പാലിക്കേണ്ടതിനു വേണ്ടി ഇസബേൽ ചെയ്തത് നീതിമാനായ നാബോത്തിനു വിരോധമായി ചില ആളുകളെ കണ്ടെത്തി അവനെ കൊന്നുകളയുകയും അനന്തരമായി നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ആഹാബിന് ഇസബേൽ നേടിക്കൊടുക്കുകയും ചെയ്യുകയാണ്. ഇസബേൽ ആഹാബുമായി എടുത്ത ആ എഗ്രിമെൻറ്റിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടി ആകാത്ത ചില വഴികളും ഇസബേൽ തിരഞ്ഞെടുക്കേണ്ടി വന്നു. തൽഫലമായി ഇസബേലിൻ്റെ ജീവിതത്തിൽ വലിയ തകർച്ചകൾക്ക് അത് വഴിവെച്ചിട്ടുമുണ്ടെന്ന് ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ ശലോമോൻ പറയുകയാണ്, ആകാത്ത ചിലത് ചെയ്യുവാൻ ഇടവരാതിരിക്കേണ്ടതിന് നീ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് കൈയടിച്ചിട്ട് നീ നിന്നെ തന്നെ നശിപ്പിക്കുവാൻ കാരണമായി തീരരുതെന്നും നിനക്ക് ആവശ്യമുള്ളതും നിനക്ക് നിൻ്റേതാകുന്ന വിഷയത്തിലും മാത്രം ഇടപെട്ടുകൊണ്ട് നീ മുൻപോട്ട് പോകുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമാണെന്നും ഇവിടെ ശലോമോൻ ഓർപ്പിക്കുകയാണ്.
ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ നാം കൈയടിക്കുന്നവരും അത് നേടിക്കൊടുക്കുന്നതിനു വേണ്ടി തിന്മ പ്രവർത്തിക്കുന്നവരുമായി തീരാതെ ദൈവത്തിനു വേണ്ടി നിൽപ്പാൻ നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ദോഷം ആഗ്രഹിക്കുന്നവരുമായി കൈയടിച്ച് അത് നേടിക്കൊടുക്കേണ്ടതിന് തിന്മ പ്രവർത്തിക്കുന്നവരായി തീരുന്നവരായിട്ടല്ല, ഞങ്ങൾ നീതിക്ക് വേണ്ടി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.